സോ ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റിൻ്റെ ക്രിയേറ്റീവ് മോഡാണ്. നമ്മൾ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാതെ തന്നെ ഒരു വീടും പണിത്. പിന്നെ എനിക്ക് രണ്ട് പട്ടിക്കുട്ടികളെ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സംഭവം കാണാൻ പറ്റും. ഞാൻ ഇത് ജാപ്പനീസ് സ്റ്റൈലിലാണ് വീട് പണിതിരിക്കുന്നത് ഗൈസ്. കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല, ജാപ്പനീസ് സ്റ്റൈലാണ്. ഞാൻ മറ്റേ രീതി ഇങ്ങനെ കൂർത്തിരിക്കുന്ന സംഭവം ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ വീട് ഈ ജാപ്പനീസ് വീടിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ സൈഡ് വശം രണ്ട് മേൽക്കൂര കൂർത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ബാംബു ഫോറസ്റ്റിൽ കുറച്ച് പാണ്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടൊക്കെ നിറച്ച് കുഴിയാണല്ലോ, പട്ടിയല്ല അപ്പം ചത്തു പോകില്ല. അപ്പം ഇതിനകത്ത് വീണത്ത് ഇതെല്ലാം അടിച്ചിട്ട് അതിന് വേണ്ടി നമുക്ക് മറ്റേ ഗ്രാസ് ബ്ലോക്ക് എടുത്തിട്ട് ഫുള്ള് നെതറൈറ്റ് ആർമ എടുത്തിട്ടേക്ക്. എന്തോത്തിനാണെന്ന് അറിയത്തില്ല, നല്ലൊരു ഭംഗിക്ക് വേണ്ടി അങ്ങ് എടുത്തിട്ട് ഇതെടുത്തിട്ട് ഗ്രാസ് ബ്ലോക്ക് എന്നങ്ങാണ്ടത് ഇതെടുത്തിട്ട് മൂടാണ്. ഓക്കെ, മൂടി അത് ഫുള്ള് മൂടിയേക്കാം. നമുക്ക് ഫുള്ള് മൂടണ്ട, ഇങ്ങനെ കിടക്കുന്ന ഏകദേശം. ഇവിടെ വല്ലതും ഇവിടെ തുറന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ഇത് രണ്ടും അടച്ചേക്കാം. നമുക്ക് ഇവിടെ ഇത്ര അടച്ചേക്കാം. ഓക്കെ, സെറ്റ്. ഇവിടെ നമ്മളെ കിളിയുണ്ട്, നമ്മളെ തത്തമ്മ പൂച്ച വാ. നമ്മളെ തത്ത നമ്മളെ തോളത്തേക്ക് ഇരിക്കുക. എൻ്റെ മോനെ സീൻ മോനെ. നമ്മളെ പട്ടിയെ നമ്മളെ മൈനിങ് ഏരിയ പിന്നെ കാണിക്കാം. നമ്മളിവിടെ മറ്റെന്തുവാ ഫെൻസ് വെച്ച് നമ്മളെ മൈനിങ് ഏരിയ ഞാൻ ഇപ്പം കാണിക്കാം. അല്ലെങ്കിൽ മൈനിങ് ഏരിയ ഇപ്പം അങ്ങനെ തന്നെ കാണിക്കാം. അവിടെ ടോർച്ച് വെക്കാനുണ്ട്. ഇതല്ലല്ലോ, നമ്മൾ ഫെൻസ് അല്ലേ വെക്കണ്ടേ. ഇതെന്താ അവിടെ തന്നെ ഇരിക്കുന്നത്? അകത്തോട്ട് കയറി വേണ്ട. ഇനി ഞാൻ അതിനെ ലെഡ് വെച്ച് വലിച്ചുകൊണ്ട് വരണം. ഒരെണ്ണം മതിയായിരുന്നു, സാരില്ല. ഓക്കെ, നമ്മളെ കിളി നമ്മൾ ലെഡ് എടുത്ത് അതിനെ കിട്ടിയിടാൻ പോവാ. എന്നുവെച്ചാൽ അതിന് എന്താ പറയാൻ വരുന്നല്ലോ, ഞാൻ മറന്നുപോയി എൻ്റെ പേര്. എന്നാലും നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ കഴുത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ കെട്ടിയിടാം. അല്ലെങ്കിൽ അവിടെ കാണുന്ന സോംബി എല്ലാം ചെന്ന് കടിച്ചിട്ട്, അല്ലെങ്കിൽ വില്ലേജറിനെ എങ്ങാനും ഞാൻ അറിയാതെ അടിച്ചു. അപ്പോൾ അവിടെ വില്ലേജറിനെ ചെന്ന് കടിക്കും. എന്നിട്ട് ആണെങ്കിൽ അവിടുത്തെ അയൻകുളത്തിൻ്റെ കഴിഞ്ഞ് ചാവാനാണ്. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പട്ടിയാണെങ്കിൽ അത് രണ്ടാമത്തെ അല്ല, എനിക്ക് വേറെ പട്ടി. നമ്മളിവരെ കെട്ടിയിട്ടിട്ട് വേണം, അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ടല്ല നമ്മൾ ഇരുത്തിയിട്ട് വേണം, അല്ലെങ്കിൽ ഇവന്മാർ ലെഡ് പൊട്ടിച്ച് വരും ഗൈസ്. നമുക്ക് ഇവരെ ഇവിടെ ഇരുത്തിയേക്കാം. ഓക്കെ, സെറ്റാണ് ഗൈസ്. എന്നിട്ട് ഇത് അടച്ചിട്ട് പോവാം. ഓക്കെ, നമ്മൾ അവിടെ ഒരു സംഭവമല്ല, നമുക്ക് ഈ ഷീഡ് വെച്ചിങ്ങനെ അടിക്കുകയല്ലല്ലോ ചെയ്യണ്ട, ഇത് വെച്ചിങ്ങനെ മാന്തല്ലേ ചെയ്യണ്ടേ. ഓക്കെ, മാന്തി കഴിഞ്ഞപ്പം നമുക്ക് അതിനെ കണ്ടെത്തെങ്കിൽ ചിരി വരും. പോവാം. അതിപ്പം കിളിച്ച് കാണാം. തോണ്ടത് കിളിച്ച്, അത് പുല്ല് തന്നാൽ അത് കിളിക്കും അല്ലേ പെട്ടെന്ന്. കിളിക്ക് എനിക്ക് എത്രയും കൂടുതൽ കിട്ടും. കിളി എന്താ കിളിക്കാതെ, നമുക്കങ്ങ് പോവാം. ഇപ്പം കിളിക്കുമായിരിക്കും. ഇല്ല, കിളിക്കുന്നില്ല. ഓക്കെ, നമ്മളെ റെയിൽവേ ട്രാക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ മൈനിങ് ഏരിയ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവിടെ ഞാൻ ലാവ എറിയാതെ ബക്കറ്റ് വെച്ച് ഒഴിച്ചിട്ട് ഇവിടെ ഫുൾ ഇതായി പോയതാ.
നമ്മളെ മൈനിങ് ഏരിയ മലയിലാണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് സിനിമ കണ്ടപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഗൈസ് ഇത്. മൈൻക്രാഫ്റ്റ് സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇവിടെ നിറച്ച കുഴി അടയ്ക്കണം. നമ്മളിവിടെ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. മോനെ എനിക്ക് വയ്യ. നമ്മൾ ടോർച്ച് വെച്ചില്ല ഗൈസ്. ഇവിടെ ടോർച്ച് വെച്ചില്ലെങ്കിൽ സോംബിയാക്കി അത് മാളമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോംബി ഇത് മാളമാക്കിയിട്ടുണ്ട്. വേണ്ട, സോംബിയുടെ സൗണ്ടൊക്കെ ഉണ്ട്. ഇതെന്താ ടോർച്ചിരിക്കാത്ത? ഞാൻ ടോർച്ച് എടുത്തിട്ടില്ല. അവിടെ ഒരു TNT ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതിങ്ങനെ ആക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങ് TNT വെച്ച് പൊട്ടിച്ചതാണ്. ആ TNTയുടെ ആവശ്യം അവിടെ ഇല്ല ശരിക്കും. മൈനിങ് ഏരിയ അവിടെ ഒരു സോംബി ഉണ്ട്. അവിടെ ലൈറ്റ് വെക്കാം നമുക്ക്. സോംബി ലൈറ്റ് വെച്ചാൽ വരത്തില്ല. കുട്ടി സോംബിയാണ്. നമുക്കിനെ വെട്ടി അങ്ങ് കൊല്ലാം. ചത്ത്. ഓക്കെ, സെറ്റ്. ഇവിടെ ഫുള്ള് നമുക്ക് ടോർച്ച് വെക്കാം. നമുക്ക് പറന്നങ്ങ് പോവാം. നമ്മളെ കിളി എന്താ ഗൈസ്? അതൊക്കെ കിളി ഒന്ന് രാത്രി ആവാറായി. നമുക്ക് വീട്ടിൽ ചെല്ലണം. നേരെ വീട്ടിൽ ചെല്ലണം. ഓക്കെ, നമ്മൾ നേരെ പറന്ന് വീട്ടിൽ ചെല്ലും. നമ്മൾ പറന്ന് പോകാൻ ഇച്ചിരി താമസമാണെങ്കിൽ ഓക്കെ, നമ്മൾ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോയി കിടന്നങ്ങുറങ്ങുകയാണ് അല്ല, നമ്മൾ നേരെ പോയി കിടന്നുറങ്ങുകയാണ്. വാതിലൊക്കെ അടച്ചിട്ടേക്കാം. ഓക്കെ, മണ്ടയ്ക്ക് കയറാൻ ഇച്ചിരി പാടാണ് ഗൈസ്. ഓക്കെ, നമ്മളിവിടെ 3 ബെഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ 3 ബെഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. റീസ്പോൺ പോയിൻ്റോ അതൊക്കെ എന്തോത്തിനാളെ ക്രിയേറ്റീവ് മോഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബിൽഡ്സൊക്കെ അതിൽ പണിയാം. അതിൽ താമസിക്കണമെന്നൊന്നുമില്ല. നമ്മൾ സർവൈവലിലല്ലേ താമസിക്കും. ഇവിടെ നമ്മളെ മറ്റേ ആടുണ്ട്. അതിൻ്റെ രോമമൊക്കെ കിളിച്ച് കഥ അടച്ചിട്ടേക്കാം. നമ്മൾ തത്തയും കൊണ്ടൊക്കെ വെളിയിൽ പോകത്തുള്ളൂ. അല്ലാതെ ഇനയും കൊണ്ടൊന്നും പോകത്തില്ല, പട്ടിയും കൊണ്ടൊന്നും പോകത്തില്ല. നമ്മളെ ഇവിടെയുള്ള ഈ വില്ലേജ് തന്നെയായിരിക്കും ഇടുക്കാച്ചിക്കുന്നാണ്. സോറി, അത് നല്ല വില്ലേജാന്ന് പറഞ്ഞേ. ഞാൻ അവിടെ ലാവ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കിയതാ ഗീസ്. പക്ഷെ കോഴിയുടെ ഒരു പീസ് പോലും കിട്ടിയില്ല ഗീസ്. ഇത് ഷോപ്പാണ് ഗൈസ്. പക്ഷെ ഇതൊന്നും മേടിക്കാൻ കിട്ടത്തില്ല. ഇവിടെ ഫുള്ള് ക്യാരറ്റ് കൃഷി ചെയ്യാൻ തുടങ്ങിയവന്മാർ. ഒരു മിനിറ്റ്, ടോർഗല്ല, ഗോൾഡൻ ക്യാരറ്റ്. ആ ക്യാരറ്റ് കണ്ടപ്പോൾ എനിക്ക് ഗോൾഡൻ ക്യാരറ്റ് ഓർമ്മ. അത് ഞാൻ എടുത്ത് തിന്നാന്ന് വെച്ചാൽ ഇച്ചിരി കൂല തിന്ന. സെറ്റ്. നമ്മൾ മൈനിങ് ഏരിയ നേരത്തെ കാണിച്ചല്ലേ. അപ്പം നമ്മൾ ഇനിയും നമ്മൾക്ക് തോട്ടം എടുത്ത് വെച്ചാലോ. തോട്ടം വേണ്ട. തോട്ടം കൊള്ളൂല, കാണാനൊരു ഭംഗിയില്ല, ഒരുമാതിരിയുണ്ട്. നമുക്ക് ക്യാരറ്റ് തന്നെ മതി. എന്തോ തന്നെ അതിന് ക്യാരറ്റൊക്കെ നമ്മൾ ക്രിയേറ്റീവ് മോളിലല്ലേ, ഒരിക്കലും ചാവില്ല നമ്മൾ.
ഓക്കെ, നമുക്കാണെങ്കിൽ ഷീൽഡ് എടുത്ത് വെക്കാം. ഷീൽഡ് 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 ഷീൽഡിൻ്റെ സ്പെല്ലിങ് എല്ലാം തെറ്റിപ്പോയാണ്. ഷീൽഡ് കണ്ടില്ല. ഷീൽഡ് കിട്ടി മക്കളെ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഷീൽഡൊക്കെ കിട്ടി സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പം എല്ലാം കാണിച്ചെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഇതും കാണിച്ചായിരുന്നു, നമ്മളെ ഈ സംഭവം, ഈ നമ്മളെ റോളർ കോസ്റ്ററും കാണിച്ചായിരുന്നു. റോളർ കോസ്റ്ററും നമ്മളെ ബാംബു ഫോറസ്റ്റും ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. അത് ഞാൻ കാണിക്കാം നിങ്ങളെ ഇപ്പോഴല്ല, പിന്നെയല്ല ഇപ്പം വേണമെങ്കിൽ കാണിക്കാം. ചിലപ്പം കാണിങ്ങനെ ഞാൻ വെട്ടിക്കണ്ടിച്ച് ഞാൻ കളയാം. നമ്മളിവിടെ പട്ടിക്കുട്ടന്മാരൊക്കെ സേഫാണ്. നമ്മൾ ജാപ്പനീസ് സ്റ്റൈലിലാണ് വീടൊക്കെ പണിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമുക്കിവിടെ നമ്മളെ തത്തയ്ക്ക് കയറാനായിട്ട് ഒരു ഹോള് പണിത് നോക്കാം. നമ്മളെ തത്തക്കുട്ടൻ അതുവഴി കയറി വരും. വാടാ വന്ന് കയറി. തോളെ കയറി. ഞാൻ അറിയാതെ പൊട്ടിച്ചുപോയി. നമുക്കതിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മൾ പിന്നെ വൈറ്റ് കോൺക്രീറ്റ് വെച്ചത് അടയ്ക്കാൻ വേണ്ടി പോവാണ്. കാരണം അതുകൊണ്ടൊരു ഉപകാരമില്ല ഗൈസ്. യെസ്, നമ്മളിവിടെ കോൺക്രീറ്റ് വെച്ച് അത് ഉടച്ചേക്കാം. ഓക്കെ, സെറ്റ്. നമുക്കിവിടെ വാതിൽ അടച്ചിട്ടേക്കാം. പിന്നെ നമ്മൾ മണ്ടയ്ക്കോട്ട് കയറിയിട്ട്